ഹലോ എവ്രി വൺ. ഇന്നത്തെ എൻഗ്ലെക്സ് സാറിന്റെ വീഡിയോയിൽ നമ്മൾ മർഫാൻ സിൻഡ്രോം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ മർഫാൻ സിൻഡ്രോം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ മർഫാൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് ഇത് മെയിൻ ആയിട്ട് ബാധിക്കുന്നത്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബോൺസ്, മസിൽസ്, ലിഗമെന്റ്സ്, അതുപോലെ തന്നെ ജോയിൻസ്, ഹാർട്ട് വാൽവ്സ്, ബ്ലഡ് വെസൽസ്, ഇതിനൊക്കെ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ നൽകുന്ന ഒരു ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മർഫാൻ സിൻഡ്രോം കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയതുകൊണ്ട് മർഫാൻ സിൻഡ്രോം ഉള്ളവർക്ക് പലതരത്തിലുള്ള സിംറ്റംസും പല സിസ്റ്റത്തിനെ ഇത് ബാധിക്കാം. ഓക്കെ, അതായത് പേഷ്യൻസിന് ഐ പ്രോബ്ലംസ് ഉണ്ടാകാം, ജോയിൻസിൽ വീക്ക്നെസ് വരാം, ഹാർട്ട് പ്രോബ്ലംസ് വരാം, അങ്ങനെ പല ഇഷ്യൂസ് വരാം. ഓക്കെ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയ മർഫാൻ സിൻഡ്രോം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്, അതുകൊണ്ട് തന്നെ നമുക്ക് 1 by 1 ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഫിസിക്കലി ഉള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ അപ്പിയറൻസിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ചിലരുടെ ഫേസ് നാരോ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തിൻ ഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫീറ്റ് വളരെ ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, ഫ്ലാറ്റ് ഫീറ്റ് ആണ് രണ്ടാമത്തെ സിംറ്റം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ആംസും ലെഗ്സും ഒക്കെ ബോഡിയുടെ മറ്റ് പാർട്ടിനെക്കാട്ടിൽ കുറച്ചുകൂടെ ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ഫിംഗേഴ്സും ആംസും ലെഗ്സും ഒക്കെ ലെങ്ത് കൂടുതലായിരിക്കും, വളരെ തിന്നും ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ വരുന്ന കുറച്ച് സിംറ്റംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഐസിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് വരിക എന്ന് നോക്കാം. ഐസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വിഷനെ ബാധിക്കാം. ഓക്കെ, നമ്മുടെ വിഷനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെൻസ് ഒക്കെ ഡിസ്ലൊക്കേറ്റ് ആകുന്നത് കൊണ്ട് വിഷൻ അഫക്റ്റഡ് ആകാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് തന്നെ ഒരു ജീനിന്റെ ഡിഫക്റ്റ് കാരണമാണ്. FBN1 എന്ന് പറയുന്ന ഒരു ജീൻ, അതായത് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു മേജർ കോമ്പോണന്റ് ആണ് ഫിബ്രിലിൻ. ഓക്കെ, അപ്പോൾ ഫിബ്രിലിൻ 1 എന്ന ജീനിനുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് കാരണം കൂടിയാണ് ഈ ഒരു മർഫാൻ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള സിംറ്റംസ് നമുക്ക് നോക്കാം. സോ ഡെന്റൽ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ക്രൗഡഡ് ടീത്ത് ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ ഐ പ്രോബ്ലംസ് പറയുകയാണെങ്കിൽ നിയർ സൈറ്റഡ്നെസ്, അതുപോലെ തന്നെ കാട്രാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്സ് ഉണ്ടാകാം, ഗ്ലൂക്കോമ, അതുപോലെ തന്നെ ഐസിന്റെ ഷേപ്പിൽ ഒരു ഡിഫറൻസ് കാണുക. ഓക്കെ, ഇതൊക്കെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. പിന്നെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് പ്രോബ്ലംസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബാക്കിയുള്ള ബോഡിയിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന മേജർ ആയിട്ടുള്ള ഒരു ബ്ലഡ് വെസൽസ്, ലാർജ് ബ്ലഡ് വെസലിന് ഡിഫക്റ്റ് സംഭവിക്കാം. അത് കാരണം പല ഇഷ്യൂസും ഉണ്ടാകാം. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഹാർട്ട് സിംറ്റംസ് നമുക്ക് നോക്കാം. ഒന്ന് അയോട്ടിക് അന്യൂറിസം ആണ്. അയോട്ടിക് അന്യൂറിസം ഉണ്ടാകാം, അതുപോലെ തന്നെ അയോട്ടിക് ഡിസെക്ഷൻ ഉണ്ടാകാം, ഹാർട്ട് എൻലാർജ്ഡ് ആകാം, അതുപോലെ തന്നെ ഹാർട്ട് റിതത്തിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം, ബ്രെയിൻ അന്യൂറിസംസ് ഉണ്ടാകാം. ഓക്കെ, അരിത്മിയ ഉണ്ടാകാം, ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാം. ഓക്കെ, ഫേറ്റൽ ആയിട്ടുള്ള ഒരുപാട് സിംറ്റംസും കണ്ടീഷനും മർഫാൻ സിൻഡ്രോം വഴി ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ ലങ്സിന്റെ ചേഞ്ചസ് എടുക്കുവാണെങ്കിൽ ആസ്മ, എംഫൈസീമ, ന്യൂമോണിയ, ഓക്കെ, ബ്രോങ്കൈറ്റിസ്, ലങ്സ് കൊളാപ്സ് ആകാം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉണ്ടാകാം. ഇതൊക്കെ ഈ മർഫാൻ സിൻഡ്രോം അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് മർഫാൻ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടും പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത് കൊണ്ടും ഫസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു മെഡിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സിംറ്റംസ് ഏതൊക്കെ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നീട് ഓരോ സിംറ്റത്തിനനുസരിച്ചാണ് ബാക്കിയുള്ള ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് വരുന്നത്. അതായത് ചെസ്റ്റ് എക്സ്റേ, ഇലക്ട്രോ കാർഡിയോഗ്രാം, എക്കോ കാർഡിയോഗ്രാം, MRI, ഇതൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മർഫാൻ സിൻഡ്രോം ഉണ്ടാകുന്നത് ഈ ജീനിലുള്ള ഒരു ഡിഫക്റ്റ് കാരണമാണ്. അപ്പൊ ജീനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ട്രാൻസ് ഈസോഫീജിയൽ എക്കോ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ മർഫാൻ സിൻഡ്രോം ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് വരിക. മെഡിക്കേഷൻസ് ആയിട്ട് ബീറ്റ ബ്ലോക്കേഴ്സ്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ഹാർട്ടിന്റെ റിലാക്സിങ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിലുള്ള ഒരു പ്രഷറും ആർട്ടറീസിലുള്ള പ്രഷറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ബീറ്റ ബ്ലോക്കേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അയോട്ടയുടെ എൻലാർജ്മെന്റും പ്രിവെന്റ് ചെയ്യാനായിട്ട് ബീറ്റ ബ്ലോക്കേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ,
പിന്നെ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് ബ്ലഡ് പ്രഷർ കൂടുന്നത് അത് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ് ചെയ്യാനുമാണ്. ഓക്കെ, സർജിക്കൽ മാനേജ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത് ഈ അയോട്ട റിലേറ്റഡ് ആണ്. സോ അയോട്ടയ്ക്ക് റപ്ചർ ഉണ്ടാവാതിരിക്കാനായിട്ട്, അതായത് ഇത് എൻലാർജ് ആകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, സോ അതിന് റപ്ചർ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സർജറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സർജിക്കൽ ട്രീറ്റ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത് അയോട്ട റിലേറ്റഡ് ആയിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു എൻലാർജ്ഡ് അയോട്ട എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ് അല്ലെ. അപ്പൊ അയോട്ടയ്ക്ക് റപ്ചർ ഉണ്ടാവാതിരിക്കാനായിട്ട്, അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട് സർജറി ചെയ്യുന്നത്. അപ്പം അയോട്ടിക് വാൽവ് എന്ത് ചെയ്യും, ഗ്രാഫ്റ്റ് വെച്ചിട്ടൊക്കെ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ സർജറീസ് ചെയ്യാറുണ്ട് ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ കുറവാണ്. നേരത്തെ ഒക്കെ ആണെങ്കിൽ 32 ഇയേഴ്സ് ആയിരുന്നു മാക്സിമം ലൈഫ് എക്സ്പെക്ടൻസി. ബട്ട് ഇന്ന് ഒരു 72 ഇയേഴ്സ് ഒക്കെ വരെയാണ് ഈ മർഫാൻ സിൻഡ്രോം ഉള്ളവരുടെ ഒരു ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. മർഫാൻ സിൻഡ്രോം ബേർത്ത് തൊട്ടേ നമ്മുടെ മർഫാൻ സിൻഡ്രോം ഇൻഹെറിറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതായത് ബൈ ബേർത്ത് തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കാണുന്നതാണ്. ബട്ട് ഒരു ടീനേജ് അല്ലെങ്കിൽ യങ് അഡൽട്ട് ആകുന്നത് വരെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മർഫാൻ സിൻഡ്രോം എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി കാണും. ക്ലിയർ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അടുത്ത കണ്ടീഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.